ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമ്മൾ 62 63 61 വരെ കഴിഞ്ഞു. 62 63 അമോഘെ വായിക്കാമോ? അമോഘെ വായിക്കാം സാറേ, വായിക്കാം. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അവയിൽ പ്രീതി ഉണ്ടാവുന്നു. പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു. കാമത്തിൽ നിന്ന് ക്രോധം ഉദ്ഭവിക്കുന്നു. ക്രോധം മൂലം ബുദ്ധിഭ്രമം ഉണ്ടാകുന്നു. ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേടുണ്ടാകുന്നു. ഓർമ്മക്കേട് കാരണം വിവേകശക്തി നശിക്കുന്നു. വിവേകനാശം കാരണം ജീവിതം നാശമടയുന്നു. മനഃശാസ്ത്ര വിചക്ഷണന്മാരായ ഹൈന്ദവാചാര്യന്മാരുടെ ദൃഷ്ടിയിൽ മനുഷ്യന്റെ അധപതനം എപ്രകാരമെന്ന്, സ്വമഹിമയിൽ നിന്ന് മനുഷ്യൻ വഴുതി വീണ് നാശമടയുന്നത് എങ്ങനെയെന്ന് ഈ 2 ശ്ലോകങ്ങളിൽ നിന്ന് വിവരിക്കുന്നു. ആത്മനിയന്ത്രണത്തിന്റെ കാര്യത്തിൽ സാധകൻ സദാ ജാഗരൂകനായിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പാണിത്. ചിരകാലം പ്രയത്നിച്ചിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ നിരാശരായി തീരുന്ന സാധകന്മാരുടെ ജീവിത ചരിത്രം ഈ വരികളിൽ കാണാം. വേദാന്ത മാർഗത്തിൽ ചരിക്കുന്ന ഒരു യഥാർത്ഥ സാധകന് അധപതനം സംഭവിക്കില്ല. എന്നാൽ പലരും അധപതിച്ചതായി നമുക്കറിയാം. അതിനു കാരണം ഇന്ദ്രിയ നിയന്ത്രണമില്ലായ്മയാണ്. വിഷയങ്ങളുടെ മോഹന വലയത്തിൽ കുടുങ്ങിപ്പോയാൽ അധപതനത്തിന്റെ അടിത്തട്ടിലെത്തി മാത്രം എത്തിയേ നിൽക്കൂ. ഒരു പാളിച്ച മതി ജീവിതം നശിക്കാൻ. നാശഗർത്തത്തിലേക്കുള്ള കോണിപ്പടികൾ ഇവിടെ വരച്ചു കാണിക്കുന്നു. പതിതരായ നമുക്ക് പതന കാരണം ഗ്രഹിക്കാനും ആത്മമഹിമയിൽ തിരിച്ചെത്താനും ഇത് ഉപകരിക്കും. തെറ്റായ സങ്കല്പമാണ്. മഞ്ജുന് വായിക്കാവോ? മഞ്ജു വീട്ടിൽ ബുക്കുണ്ടോ? വായിക്കാം. തെറ്റായ സങ്കല്പമാണ് അനർത്ഥത്തിന്റെ തുടക്കം. ചിന്തയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മെ അനുഗ്രഹിക്കാനോ നിഗ്രഹിക്കാനോ അതിന് കഴിയും. ശരിയായ ചിന്ത ആത്മശ്രേയസിനും തെറ്റായ ചിന്ത ആത്മനാശത്തിനും വഴിയൊരുക്കുന്നു. ഒരു വസ്തുവിനെ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിൽ അഭിരുചി ജനിക്കുകയായി. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ. അഭിരുചി വർദ്ധിക്കുമ്പോൾ അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും ആഗ്രഹമുണ്ടാകും. സംജായതേ കാമ. ആഗ്രഹ നിവൃത്തിക്ക് വിഘ്നം നേരിടുമ്പോൾ ക്രോധവും. കാമാത് ക്രോധാഭിജായതേ. ക്രോധത്തിനടിമപ്പെട്ട ബുദ്ധിയെ വ്യാമോഹം ബാധിക്കുന്നു. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന് അറിയാൻ കഴിയാതാവുന്നു. ക്രോധാത് ഭവതി സമ്മോഹം. ക്രുദ്ധൻ ഗുരുജനങ്ങളോട് പോലും ഷണ്ട കൂടുന്നത് കാണാം. കാരണം അയാൾ തന്റെ സംസ്കാരവും മറ്റുള്ളവരോട് തനിക്കുള്ള ബന്ധവും എല്ലാം മറന്നുപോകുന്നു. സ്മൃതി വിഭ്രമ. സ്വബോധമില്ലാത്തവന് വിവേകം നഷ്ടപ്പെടും. ബുദ്ധിനാശം. അപ്പോൾ അയാൾ മൃഗത്തിന്റെ നിലവാരത്തിലേക്ക് താണുപോകും. മനുഷ്യത്വഹീനമായി പെരുമാറാൻ തുടങ്ങും. ഉത്കൃഷ്ട മൂല്യങ്ങളെ കുറിച്ച് ചിന്ത തന്നെ ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്ത് നെറുകേടും കാണിക്കും. ജീവിത ലക്ഷ്യം എന്തെന്നറിയാതെയും ആത്മശ്രേയസിന് ശ്രമിക്കാതെയും ഇന്ദ്രിയാരാമനായി കഴിയുന്ന മനുഷ്യന്റെ പരിതാപകരമായ ഈ അവസ്ഥയാണ് നാശം അഥവാ അധപതനം എന്ന് പറയുന്നത്. സർവ അനർത്ഥങ്ങൾക്കും ഹേതു വിഷയചിന്തയാണെന്ന് വ്യക്തമാക്കി ഇനി മോക്ഷോപായം നിർദ്ദേശിക്കും. മ്യൂട്ട് ചെയ്യണേ ഗീസി.
ഇത് ഈ 2 ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ധ്യായേതോ വിഷയാൻ പുംസാൻ തുടങ്ങുന്നത്. വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് നമ്മുടെ നാശം എങ്ങനെയാണെന്ന്, നമ്മുടെ ഈ വികാരത്തിന് അടിമപ്പെട്ട ഒരാടെ നാശം എങ്ങനെയാണെന്നുള്ള വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അവയിൽ പ്രീതി ഉണ്ടാവുന്നു. ആദ്യം നമ്മൾ വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലോട്ടൊരു ആഗ്രഹം, നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള, നമുക്ക് ചില ഓരോരുത്തർക്കും ഓരോ ഏരിയയിലാണ് അവരവരുടെ ഇഷ്ടങ്ങൾ. അതും ആ ഓരോ നമ്മുടെ വാസന അനുസരിച്ച് ഓരോ ആഗ്രഹങ്ങൾ നമ്മൾ ജനിക്കുന്നു. ആഗ്രഹങ്ങൾ വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് അവയിൽ പ്രീതി ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് നമുക്ക് വിഷയങ്ങളിൽ നമുക്ക് പ്രീതിയിൽ നിന്ന് കാമം ഉണ്ടാവുന്നു. ആദ്യം ഒരു അട്രാക്ഷൻ ഉണ്ടാവും. നമുക്ക് ഉള്ള സബ്ജക്റ്റിനോട് ആദ്യം ഒരു പ്രീതി മീൻസ് എന്തുവാ, നമുക്ക് അതിനോടൊരു ആകർഷണം ഉണ്ടാവുന്നുണ്ട്. ഈ ആകർഷണം വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ആഗ്രഹം ജനിക്കും. ഈ പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു. കാമത്തിൽ നിന്ന് ക്രോധം ഉത്ഭവിക്കുന്നു. കാമത്തിൽ നിന്ന് എങ്ങനെ ക്രോധം ഉത്ഭവിക്കും? കാമം നടക്കാതെ വരുമ്പോൾ, ആരെങ്കിലും വിഘ്നം ഉണ്ടാക്കുമ്പോൾ നമുക്കതിന് ക്രോധം വരും. ദേഷ്യം വരുമ്പോഴോ, ക്രോധം വെച്ചാൽ ദേഷ്യം. ക്രോധം മൂലം ബുദ്ധിഭ്രമം ഉണ്ടാവുന്നു. ബുദ്ധിക്ക് ഭ്രമം, നമുക്ക് ബുദ്ധി സ്ഥിരമല്ലാതാവുന്നു, ഒരു വേവറിങ് ബുദ്ധി ഉണ്ടാവുന്നു. ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേട് ഉണ്ടാവുന്നു. ഓർമ്മക്കേട് കാരണം വിവേക ശക്തി നശിക്കുന്നു. വിവേകനാശം കാരണം ജീവിതം നാശമാകുന്നു. ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേട്, നമുക്ക് നമുക്ക് ഒന്നും ഓർമ്മിക്കാനും പല എന്താകുമ്പോ ഞാൻ എന്തോ നമുക്ക് ഓർമ്മക്കേടുണ്ടാവും. നമുക്ക് എന്താണ്, നമ്മൾ ആരാ എന്തുവാന്നൊന്നും ചിന്തിക്കത്തില്ല. ആ ഓർമ്മക്കേട് വരുമ്പോഴത്തേക്ക് പിന്നെ വിവേകം അങ്ങോട്ട് താനെ ഒട്ടും മറയും. അങ്ങ് വിവേകശക്തി നശിക്കും. വിവേകനാശം കാരണം നമ്മുടെ ജീവിതവും നശിക്കും. അതിന്റെ നമ്മുടെ ആ സീക്വൻസ് ആണ് ഇതിനകത്ത് കൃഷ്ണൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും നമ്മളൊന്ന് ആലോചിക്കണം. മനഃശാസ്ത്ര വിശിഷ്ടന്മാരായ ഹൈന്ദവാചാര്യന്മാരുടെ ദൃഷ്ടിയിൽ മനുഷ്യന്റെ അധപ്പതനം എപ്രകാരമെന്ന് സ്വമഹിമയിൽ നിന്ന് മനുഷ്യൻ വഴുതി വീണ് നാശമടയുന്നത് എങ്ങനെയെന്ന് ഈ 2 ശ്ലോകങ്ങൾ വിവരിക്കുന്നു. ആത്മനിയന്ത്രണത്തിന്റെ കാര്യത്തിൽ സാധകൻ സദാ ജാഗരൂകരായിരിക്കണമെന്ന് ഒരു മുന്നറിയിപ്പാണിത്. ചിരകാലം പ്രയത്നിച്ചിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ നിരാശരായി തീരുന്ന സാധകന്മാരുടെ ജീവിതത്തിലും ഈ വരിയിൽ കാണാം. വേദാന്ത മാർഗത്തിൽ ചരിക്കുന്ന ഒരു യഥാർത്ഥ സാധകന് അധപ്പതനം സംഭവിക്കില്ല. എന്നാൽ പലരും അധപ്പതിച്ചതായി നമുക്കറിയാം. അതിന് കാരണം ഇന്ദ്രിയ നിയന്ത്രണമില്ലായ്മയാണ്. വിഷയങ്ങളുടെ മോഹന വലയത്തിൽ കുടുങ്ങിപ്പോയാൽ അധപ്പതനത്തിന്റെ അടിത്തട്ടിലെത്തിയേ നിൽക്കൂ. ഒരു പാളിച്ച മതി ജീവിതം നശിക്കാൻ. ഈ നമ്മുടെ സാധനയിൽ മുഖ്യമായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ ആത്മസംയമനം. ആത്മസംയമനം 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് ഇന്ദ്രിയ സംയമനവും, 2 മനസ്സിനെ ആത്മസംയമനം. ആ ഇന്ദ്രിയ സംയമനം ആണ് നമ്മൾ ഈ ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും അഭ്യസിക്കുന്ന രീതി. ആ സമയത്താണ് നമ്മൾ ഈ സാധനങ്ങളാണ് ഇത് നമ്മൾ പരിശീലിക്കുന്നത്. സാധനങ്ങൾ കൂടി ഈ 2ആണ്. ഇതിന് ശമവും ദമവും എന്ന് പറയും. ഇന്ദ്രിയത്തിനെ നമ്മൾ സംയമനം പാലിക്കുന്നതിന് ശമമെന്നും മനസ്സിനെ നമ്മൾ സംയമനം കൊണ്ടുവരുന്നതിന് ദമമെന്നും പറയും. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ സ്വായത്തമാക്കണം. വെച്ചാല് നമ്മുടെ വാസനകൾ, നമ്മളിങ്ങനെ എപ്പോഴും വികാരത്തിലിരിക്കുക. നമ്മുടെ വാസനകൾ, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളില്, അതാ നമുക്ക് എങ്ങനെ ഒരു ആഗ്രഹം ജനിക്കുന്ന പറയുക. നമുക്ക് ചില വിഷയങ്ങളോട് നമുക്ക് ഒരു അട്രാക്ഷൻ വരും. ഏതെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ എടുത്ത് നോക്കണം, അവരവരുടെ ജീവിതത്തിൽ. അപ്പം നമുക്ക് ചില ഇൻട്രസ്റ്റഡ് ഏരിയയിലോട്ട് നമുക്കൊരു ആഗ്രഹം ജനിക്കുന്നു. ആ അട്രാക്ഷനാണ് ഈ പ്രീതി ജനിക്കുന്നത്. ആ അട്രാക്ഷനിൽ നിന്നാണ് നമുക്കൊരു ആകർഷണം വരുന്നു അതിലോട്ട്, ആ വിഷയത്തിലോട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്, എന്റെ വാസനകളുടെ ഒരു വിഷയം എനിക്ക് ഇഷ്ടമാണ്. അതിലോട്ട് എനിക്ക് കൂടുതൽ അട്രാക്ഷൻ വരുന്നു. ആ അട്രാക്ഷൻ വരുമ്പോൾ എനിക്ക് ആഗ്രഹം ജനിക്കും. ഈ ആഗ്രഹം ജനിക്കുമ്പോഴേ അതിന് എന്തെങ്കിലും വിഘാതം, ആരെങ്കിലും തടസ്സം നിൽക്കുവോ, അല്ലെങ്കിൽ എനിക്ക് ആ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പം ഇപ്പൊ അതാ പറയുന്നത്. ഇപ്പം അടുത്ത പാരഗ്രാഫിൽ നമ്മൾ അടുത്ത് വായിക്കണം. നാശകർത്തത്തിലേക്കുള്ള കോണിപ്പടികൾ ഇവിടെ വരച്ചു കാണിക്കുന്നു. പതിതരായ നമുക്ക് പതന കാരണം ഗ്രഹിക്കാനും ആത്മമഹിമയിൽ തിരിച്ചെത്താനും ഇത് ഉപകരിക്കും. തെറ്റായ സങ്കല്പമാണ് അനർത്ഥത്തിന്റെ തുടക്കം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സങ്കല്പം, നമ്മൾ സാധാരണ ജീവിതത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ ഇങ്ങനെ, അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ ആയാൽ, നമ്മളിങ്ങനെ അത് വെച്ചിട്ട് ആ ഒരു പ്രശ്നം വരുത്തിട്ട് ആ ഭാവിയിലോട്ട് അത് എങ്ങനെ ആയിരിക്കും പോകുന്നത്, ആ പ്രശ്നം എങ്ങനെ വളരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമാജിനേഷൻ, നമുക്ക് കുറെ കാര്യങ്ങൾ സങ്കല്പിക്കും.
ആദ്യം ഇങ്ങനെ ആയാലെങ്കിൽ ഇങ്ങനെ ആവത്തില്ലയോ, അയ്യോ അങ്ങനെ ആയാൽ പിന്നെ ഞാൻ പിന്നെ അടുത്തത് എന്തായിരിക്കും, ഒന്നിന് പുറകെ ഒന്നിന്റെ മേളിൽ ഇങ്ങനെ ആ ഒരു സങ്കല്പങ്ങൾ നമ്മളിങ്ങനെ നമ്മുടെ ആ ആകാംക്ഷ കാരണം, ഉത്കണ്ഠ കാരണം നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടും. ആദ്യം ഒരു സങ്കല്പം ഉണ്ടാവും, അയ്യോ അങ്ങനെ ആയാലും എങ്ങനെ ആവും, അപ്പം അങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ ഓരോരോ സ്റ്റെപ്പ് മേപ്പോട്ട് ഇങ്ങനെ ഒരു സങ്കല്പത്തിലോട്ട് നമ്മൾ അതിനെ ആ സീക്വൻസിനെ കൊണ്ടുപോകും. എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയ അങ്ങനെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമായിരിക്കും, പിന്നെ അതിനെ വെച്ചിട്ട് വേറൊന്നും ഉണ്ടാവും. ഞാനില്ലേ എന്തുവാ ഒരു മിൽക്ക് മെയ്ഡിന്റെ കഥ ഒരു ഇതുപോലെ ഞാനിങ്ങനെ ഇതിനെ വിറ്റ് എനിക്ക് അത് കിട്ടും, അതിനെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പറയത്തില്ലയോ ഒരു മിൽക്ക് മെയ്ഡിന്റെ കഥ, ഈ പാല് കുടത്തിലെ പാല് വിറ്റ് അത് ഇട്ടിട്ട് 2 പശുവിനെ വാങ്ങിക്കാം, പിന്നെ കൂടുതൽ അങ്ങനെ അത് വിറ്റിട്ട് എനിക്ക് 2 പശുക്കിനെ എന്ന് പറഞ്ഞ ഒരു നമ്മളിങ്ങനെ സങ്കല്പിച്ച് മേപ്പോട്ട് പോകാൻ തുടങ്ങും. ശരിക്ക് നമ്മൾ എല്ലാവരുടെ ജീവിതം നോക്കിക്കറിയാം, ഒരു പൊതുവെ ഒരു 90% നമ്മൾ ഈ സങ്കല്പിച്ചു കൂട്ടുന്ന ഒരു വഴിക്കായിരിക്കും, യാഥാർത്ഥ്യം നടക്കുന്നത് വേറൊരു വഴിക്കായിരിക്കും. അപ്പൊ നമ്മളെ ഈ തെറ്റായ നമ്മുടെ സങ്കല്പം എല്ലാം നമ്മുടെ ഈഗോ ആണ്, നമ്മുടെ ഈ ഞാനെന്ന ഭാവമാണ്. എന്റെ ബുദ്ധി എനിക്ക് അറിയാം, ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ ഈ ഈഗോ ആണ് എന്നെ ഇങ്ങനെ സങ്കല്പത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഈ റിയാലിറ്റിയിൽ സംഭവിക്കുന്നതിന് നമ്മൾ ഫേസ് ചെയ്യുന്നതിന് പകരം എനിക്കൊരു പ്രശ്നം ഞാൻ സങ്കല്പിച്ച് അത് ഈ രീതിയിലായിരിക്കും, ഇങ്ങനെ പോകാം, അങ്ങനെ പോകാം, അങ്ങനെ പോയാൽ ഇത് ഞാനിങ്ങനെ സങ്കല്പം, ഇതാണ് എന്റെ ദുരിതത്തിന് കാരണം. തെറ്റായ സങ്കല്പമാണ് അനർത്ഥത്തിന്റെ തുടക്കം. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മളെ ഈ വരുന്നതിന് എനിക്ക് എന്താ സംഭവിക്കുന്നത്, ആ വരുന്നതിന് ബി ഇൻ ദ പ്രസന്റ് എന്ന് പറയാൻ കാരണം ഇതാ. നമ്മൾ ഈ സങ്കല്പത്തിലോട്ട് പോയാൽ നമ്മൾ എവിടെ ഇരിക്കുന്നേ, നമ്മൾ ഭാവിയില, എന്റെ മനസ്സ് ഭാവിയിലോട്ട് പോവാ. ഞാൻ പ്രസന്റിൽ നിന്ന് വിട്ടിട്ട് എന്റെ മനസ്സ് ഫ്യൂച്ചറിലോട്ട് വെക്കുക. അതുപോലെ തന്നെ ദുഃഖം ഉണ്ടായാലോ ഞാൻ എന്റെ മനസ്സിനെ പ്രസന്റിൽ വെക്കാതെ ഞാൻ പാസ്റ്റിലോട്ട് വെക്കുക, എനിക്ക് ഇങ്ങനെയൊക്കെ ആയല്ലോ. അപ്പം ഒരു മനസ്സിന്റെ നാശം വരുന്നത് ഈ കോപത്തിൽ കൂടെ, വികാരം. ഈ യൂഷ്വലായിട്ട് എനിക്ക് ഓരോന്ന് ആഗ്രഹങ്ങൾ സാധിക്കുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിക്കും, അതിന് വേറൊരു പതനമുണ്ട്. ഈ മോസ്റ്റ്ലി വരുന്ന എന്തുവാ, എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ എനിക്ക് ദുഃഖത്തേക്കാൾ കയറി കോപമായിരിക്കും വരുന്നത്. എനിക്ക് ഒരു ആഗ്രഹം നടക്കുന്നില്ല, ആരെങ്കിലും അതിന് വിഘാതം ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ആഗ്രഹം നടക്കുന്നില്ലുമ്പോ നടക്കാത്തതിലുള്ള അമർഷവും ദേഷ്യവും ആ ദുഃഖമൊക്കെ പിന്നാണ് ഭാവിയിൽ അത് നടന്നു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ നടന്നല്ലോ എന്ന് ഭാവിയിൽ ഓർക്കുമ്പോഴാണ് ദുഃഖം വരുന്നത്. ആദ്യം മുന്നോട്ടുള്ള യാത്രയിലോ നമുക്ക് ദുഃഖത്തെക്കാളേറെ ഉത്കണ്ഠയും ഭയവും ആണ് വരുന്നത്. അപ്പം ആ ഭയത്തിൽ നിന്ന് ക്രോധമാണ് ജനിക്കുന്നത്. അപ്പം നമ്മള് ഞാനിങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് കൂട്ടി സങ്കല്പങ്ങളാണ്. പിന്നെ അതിൽ നിന്ന് എനിക്ക് ഞാൻ അടുത്ത ആഗ്രഹങ്ങളിലോട്ട് പോന്നേ. ഒരു സങ്കല്പം അങ്ങനെ ആയാലേ എനിക്ക് പിന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അടുത്ത ആഗ്രഹം നമുക്ക് ഇങ്ങനെ ആകണം. എന്നിട്ട് അവിടുന്ന് അത് ഈ സങ്കല്പത്തിൽ കൂടെ എനിക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ആവും. അങ്ങനെയാണ് ഞാൻ സങ്കല്പിച്ചു കൂട്ടുന്നത്. ആദ്യം ഒരു സങ്കല്പാവസ്ഥ ഉണ്ടാക്കും, ആ സങ്കല്പത്തിൽ ഉണ്ടായി ഞാൻ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തോ വേണം, അടുത്ത ആഗ്രഹം. അവിടുന്ന് എനിക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പൊ അവിടുന്ന് അടുത്ത ഒരു ആഗ്രഹം വന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്തുവാ, ഞാൻ ഉണ്ടാക്കിയെടുത്ത സങ്കല്പങ്ങളാ. ഈ സങ്കല്പത്തിൽ നിന്നുണ്ടാവുന്ന കാമങ്ങൾ എന്നെ ആദ്യം ഒരു കാമം ഉണ്ടായി, അതിനൊരു വിഘാതം സൃഷ്ടിച്ചു. അപ്പൊ ഇത് നടന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ എന്നും പറഞ്ഞിട്ട് അവരോടൊക്കെ ഞാൻ സങ്കല്പിച്ച് കൂട്ടും ഇങ്ങനെ. ആ സങ്കല്പങ്ങളിൽ നിന്ന് പിന്നെയും എനിക്ക് കാമങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് എന്റെ അനർത്ഥത്തിന്റെ തുടക്കം. ചിന്തയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മെ അനുഗ്രഹിക്കാനോ നിഗ്രഹിക്കാനോ അതിന് കഴിയും. ശരിയായ ചിന്ത ആത്മശ്രേയസിനും തെറ്റായ ചിന്ത ആത്മനാശത്തിനും വഴിയൊരുക്കുന്നു. എന്തുവാ ഈ ശരിയായ ചിന്തയും തെറ്റായ ചിന്തയും? നമ്മെ അനുഗ്രഹിക്കാനോ നിഗ്രഹിക്കാനോ അതിന് കഴിയും. ഏതിന് കഴിയും? നമ്മുടെ ചിന്തകൾക്ക്. അപ്പം നമ്മളെ നിഗ്രഹിക്കുന്ന എന്തുവാ? നമ്മൾ ഈ ചിന്തകൾ സങ്കല്പത്തിലോട്ട് പോകുമ്പോഴാണ് അത് നമ്മൾക്ക് ദുരിതമായിട്ട് നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ നാശത്തിലോട്ട് നയിക്കുന്നത്. ഈ ചിന്ത തന്നെ ശരിയായ വഴിക്ക് എന്തുവാ ശരിയായ വഴിക്ക്? വിവേകത്തിന്റെ വഴി. നമ്മൾ ഈ വികാരത്തിൽ നിന്ന് മാറി വിവേകത്തിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ശരിയായ വഴിയാണ്. ഞാൻ ഈ എന്റെ ചിന്തകളെ ഞാൻ വികാരത്തിന്റെ വഴിക്ക് ഞാൻ തിരിച്ചുവിട്ടാൽ എനിക്കത് നാശത്തിന്റെ വഴിയാണ്. ശരിയായ ചിന്ത ആത്മശ്രേയസിനും തെറ്റായ ചിന്ത ആത്മനാശത്തിനും വഴിയൊരുക്കുന്നു. ഒരു വസ്തുവിനെ തന്നെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ
അതിൽ അഭിരുചി ജനിക്കുകയായി. ധ്യായതോ ഇതാ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആദ്യം ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത്? നമുക്കൊരു ഒന്നിനെ കണ്ടു, എനിക്ക് ആ ഫസ്റ്റ് അട്രാക്ഷൻ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് അതിനോടൊരു ആകർഷണം ഉണ്ടാവും. അതാണ് ഒരു വസ്തുവിനെ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിൽ അഭിരുചി ജനിക്കുകയായി. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേതു ഉപക്ഷായി. അഭിരുചി വർദ്ധിക്കുമ്പോൾ അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും ആഗ്രഹം ഉണ്ടാവും. ഈ അട്രാക്ഷൻ അങ്ങോട്ട് കൂടുമ്പോഴേ അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും അവിടുന്ന് ആഗ്രഹം ഉണ്ടാവും. സംഘാജായതേ കാമ. ആഗ്രഹ നിവൃത്തിക്ക് വിഘ്നം നേരിടുമ്പോൾ ക്രോധവും. അപ്പൊ നമുക്ക് ആ ആഗ്രഹം അങ്ങോട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും തടസ്സം നിൽക്കുന്നു, എനിക്ക് അപ്പൊ ക്രോധം ഉണ്ടാവും. എന്നുവെച്ചാൽ വിദ്വേഷവും വെറുപ്പും ക്രോധം, ഇതൊക്കെ വിദ്വേഷത്തിന്റെ ആ ക്രോധത്തിന്റെ ഭാവങ്ങൾ ഇതിലോട്ട് അങ്ങോട്ട് വരും. ആ ക്രോധത്തിന് ആദ്യം മനസ്സാദ്യം ഒരു കാമം ജനിച്ചു. എങ്ങനെ കാമം ജനിച്ചേ? എനിക്കൊരു വിഷയത്തിലുള്ള ആഭിമുഖ്യം കാരണം, അഭിരുചി കാരണം എനിക്കൊരു ആഗ്രഹം ജനിച്ചു. ആ ആഗ്രഹം ജനിച്ചപ്പോ അത് സ്വന്തമാക്കണമെന്ന് തോന്നുന്നു. അത് സ്വന്തമാക്കാൻ ഒക്കാതെ വരുമ്പോൾ എനിക്ക് ക്രോധം ഉണ്ടാവുന്നു. അപ്പൊ ഈ ആദ്യം കാമം ജനിച്ച ആ മനസ്സ് പിന്നെ ക്രോധാവസ്ഥയിലോട്ട് മാറുന്നു. കാമത്തിൽ നിന്ന് അതിന് വിഘ്നം നേരിടുമ്പോൾ ക്രോധാവസ്ഥയിൽ, ദേഷ്യത്തിന്റെ അവസ്ഥയിലോട്ട് മാറുന്നു. ക്രോധത്തിന് അടിമപ്പെട്ട ബുദ്ധിയെ വ്യാമോഹം ബാധിക്കുന്നു. തെറ്റിദ്ധാരണ. വ്യാമോഹം വെച്ചാൽ തെറ്റിദ്ധാരണ. ക്രോധം വരുമ്പോഴത്തേക്ക്, നമ്മൾ ദേഷ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ശരിയായിട്ടുള്ളത് അറിയത്തില്ല. ശരിയും തെറ്റുവിധാൻ തിരിച്ചറിയുമെങ്കിലും പെടും. അപ്പം ഒരു ദേഷ്യം വന്ന മനസ്സിനെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് അങ്ങ് ആ ബുദ്ധി അതാണ് തെറ്റിദ്ധാരണ ഓർഡറിലെടുക്കും. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്തെന്ന് വേർതിരിച്ചറിയാൻ കഴിയാതാവുന്നു. അപ്പം വ്യാമോഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? ചെയ്യേണ്ടതും ചെയ്യരുതാത്ത, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഏത് ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആകും. അതിലോട്ട് അപ്പം മനസ്സിൽ കാമത്തീന്ന് ക്രോധമായി, ക്രോധത്തീന്ന് വ്യാമോഹമായി, തെറ്റിദ്ധാരണയായി. അതുകൊണ്ട് കൂടുമ്പോഴോ ഈ എന്തെന്ന് വേർതിരിച്ചറിയാൻ കഴിയും. അതാ ക്രോധാത് ഭവതി സമൂഹ. കൃത്യൻ ഗുരുജനങ്ങളോട് പോലും. ഇതിനൊരു എക്സാമ്പിൾ പറയുക. ചിലർ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോട് പോലും, നമ്മുടെ സാറുമാരോട് പോലും നമ്മൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുടെ കാര്യം പറയുന്നത്. നമുക്ക് ഇത് ആരോടാ ദേഷ്യപ്പെടുന്നേ? എന്റെ സാറാന്നോ എന്റെ ഗുരുവാണെന്നുള്ള ഇതിൽ നമുക്ക് ആ ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ തെറ്റ് ഏതാണ് ശരി തെറ്റ്, ഞാൻ ഗുരുവിനോട് സംസാരിക്കുന്ന ആ ഒരു തെറ്റിദ്ധാരണയിലോട്ട് ഞാൻ മാറുക. പിന്നെ എനിക്ക് ശരിയും തെറ്റും അറിയുന്നില്ല, ആരോടാണ് ഞാൻ സംസാരിക്കുന്നേ പ്രവർത്തിക്കുന്നുള്ള ആ ബുദ്ധി അങ്ങ് വിടും, തെറ്റിദ്ധാരണയിലോട്ട് മാറും. കാരണം അയാൾ തന്റെ സംസ്കാരവും മറ്റുള്ളവരോട് തനിക്കുള്ള ബന്ധവുമെല്ലാം മറന്നു പോകുന്നു. ഞാൻ എന്റെ ഗുരുവിനോടാണോ, അതൊക്കെ അങ്ങ് ആ ഗുരു എന്നുള്ള ബന്ധമൊക്കെ അങ്ങ് വിടും. നമ്മൾ പിന്നെ ആ ഒരു റെസ്പെക്ട് കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ട് വിടുന്നു? ഞാൻ ആ ക്രോധത്തിൽ നിൽക്കുക. ക്രോധത്തിൽ നിന്ന് എനിക്ക് തെറ്റിദ്ധാരണയിലോട്ട് വന്നു. കാരണം ചില പിന്നെ എനിക്ക് ശരിയും തെറ്റും എന്താണെന്ന് അറിയുന്നില്ല. എന്റെ മുമ്പിക്കുന്ന ആരാന്നോ, അച്ഛനാന്നോ, അമ്മയാന്നോ, അനിയനാന്നോ, പെങ്ങളാമെന്നോ, ഇതങ്ങ് ആ നിലയങ്ങ് വിടും ബുദ്ധിക്ക്. ആ ക്രോധം കൊണ്ട് സംസ്കാരം മറ്റുള്ള നിങ്ങൾ ബോധമല്ല മറന്നു പോകുന്നു. ദാറ്റ് ഈസ് സ്മൃതി വിഭ്രമ. നമുക്ക് പിന്നെ അത് ബുദ്ധിക്കില്ല, അത് സ്മൃതിയിലാകും. എനിക്ക് ആ ഓർമ്മ വരുന്നില്ല. സ്വബോധമില്ലാത്തവന് വിവേകം നഷ്ടപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തുവാ, എനിക്ക് പിന്നെ വിവേകം ഉദിക്കൂ? ഞാൻ ആ മൂർധന്യയിൽ നിൽക്കുമ്പോൾ എനിക്ക് വിവേകം ഒട്ടു, ഞാൻ വിവേകം നഷ്ടപ്പെടും. ഒരു വിവേകത്തിന്റെ ഒരു കണിക പോലും എന്നിൽ പ്രകടമാവത്തില്ല. അപ്പോൾ അയാൾ മൃഗത്തിന്റെ നിലവാരത്തിലേക്ക് താണു പോകും. ഈ വികാരത്തിന്റെ ഈ നിൽക്കുന്ന ഒരു അവസ്ഥ മൃഗത്തിന്റെ അവസ്ഥയാണ്. വിവേകമില്ലാത്ത വികാരത്തിലാണ് ആ മൃഗങ്ങള്. ഇപ്പൊ ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലോട്ട് അങ്ങ് താഴ്ന്നു പോകുക. മൃഗാവസ്ഥയിലോട്ട് താണു പോയാലോ മനുഷ്യത്വഹീനമായി പെരുമാറുന്നു. പിന്നെ നമ്മൾ നമ്മൾ എത്രയോ അടുത്ത് ഓരോ വാർത്തകൾ കേൾക്കുന്നില്ലയോ? ഒരു മനുഷ്യനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ സീക്വൻസ് വെച്ചിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ നമുക്കിത് മനസ്സിലാവും. ഇത് തന്നെ നമ്മളിലും സംഭവിക്കാം. ഈ വികാരത്തിൽ ഞാനും ഇതുപോലൊരു ജീവിയാ, ഞാൻ ഇതിനെ മാനേജ് ചെയ്യാൻ, ഇതിനെ സംയമനം ചെയ്യാൻ ഞാൻ പരിശീലിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാലും എന്റെ ദേഷ്യവും എന്നെ ഇങ്ങനെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അല്ല, അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റി നടക്കുന്ന എത്രയോ സംഗതികൾ നമുക്ക് കേൾക്കാം. ഈ സീക്വൻസിൽ തന്നെ നടക്കുന്ന അതിന്റെ കാര്യങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. സ്വബോധമില്ലാത്തവന് വിവേകം നഷ്ടപ്പെടും. അപ്പോൾ അയാൾ മൃഗത്തിന്റെ നിലവാരത്തിലേക്ക് താണു പോകും. മനുഷ്യത്വഹീനമായി പെരുമാറാൻ തുടങ്ങും.
ഉത്കൃഷ്ട മൂല്യങ്ങളെ കുറിച്ച് പിന്നെ ചിന്തയെ ഉണ്ടാവത്തില്ല. അതാ പിന്നെ ആ ശരിയും തെറ്റും എന്തുവാന്ന് അറിയാത്ത ഒരാൾക്ക് പിന്നെ എന്തുവാ അതിനെക്കുറിച്ച് വല്ലതും പിന്നെ ചിന്ത വരുമോ? അപ്പം ഉത്കൃഷ്ട മൂല്യങ്ങളെ കുറിച്ച് പിന്നെ ചിന്ത ഉണ്ടാവില്ല. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്ത് നെറികേടും കാണിക്കും. അത് എന്തിനു ഈ അവസരമായിട്ട് എന്തുകൊണ്ടാണ് എത്തിച്ചേർന്നേ? എന്റെ ചില ഒരു വിഷയത്തില് എനിക്ക് ഒന്നിനോട് എനിക്ക് ആഭിമുഖ്യം വന്നു. ആ വിഷയം എന്തുവാ? എന്റെ ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളാ. ഈ 5 ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏതാണ്ട് ഒന്നിൽ എനിക്ക് ആഭിമുഖ്യം വന്നു. അതിനോട് എനിക്കൊരു അട്രാക്ഷൻ വന്നു. അതൊരു ആഗ്രഹമായി ജനിച്ചു. എനിക്ക് അതിനെ സ്വന്തമാക്കണമെന്ന്, എനിക്കത് കിട്ടണമെന്നുള്ള ആഗ്രഹം വന്നു. അത് കിട്ടാതാവുമ്പോ എനിക്ക് ക്രോധമായി. ക്രോധത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് തെറ്റിദ്ധാരണയായി. തെറ്റിദ്ധാരണയിൽ നിന്ന് എനിക്ക് അടുത്തതിൽ ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് പിന്നെ എനിക്ക് ബോധമില്ലാത്ത ദിവസം വെച്ചാല് ഇനി ശരി തെറ്റെന്നുള്ളത് അങ്ങ് മറന്നുപോകും. ശരി തെറ്റെന്നുള്ളത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വിവേകം ഉദിക്കുന്നില്ല. വിവേകമില്ലാത്ത ഒരാള് വികാരത്തിൽ ഒരു മൃഗത്തിന്റെ തുല്യമായിരിക്കും പെരുമാറുന്ന. പിന്നെ എന്റെ മുന്നിൽ നിൽക്കുന്ന ആരാണെന്നുള്ളതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ എന്തും കാട്ടിക്കൂട്ടാൻ ആ ഒരു വ്യക്തി തയ്യാറാകുക. അപ്പം അങ്ങനെ ആകുമ്പോ എന്തുവാ സംഭവിക്കുന്നേ? ആ വ്യക്തിയുടെ നാശമാണ് സംഭവിക്കുന്നേ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ എന്ത് നെറികേടും അപ്പൊ കാണിക്കും. ജീവിത ലക്ഷ്യം എന്തെന്ന് അറിയാതെയും ആത്മശ്രേയസിന് ശ്രമിക്കാതെയും ഇന്ദ്രിയരാമനായി കഴിയുന്ന മനുഷ്യന്റെ പരിതാപകരമായ ഈ അവസ്ഥയാണ് നാശം, അധപ്പതനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഈ നാശത്തിലോട്ട് വന്നു? ഞാൻ ഈ ഇന്ദ്രിയങ്ങൾ പ്രതിപത്തി അങ്ങോട്ടായി, ഞാൻ ആ ഇന്ദ്രിയ സുഖത്തിൽ അങ്ങോട്ട് ആകൃഷ്ടനായി പോകുന്നതിന്റെ കുഴപ്പമാണ്. അപ്പൊ നമ്മള് ഈ ഇന്ദ്രിയ സുഖങ്ങളെ ഞാൻ അതിന്റെ പുറകെ അന്ധമായിട്ട് പോകണോ? അതിനെയെല്ലാം സംയമനം ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ അതിനെ അഭിമുഖീകരിക്കണം. ഞാൻ അതിനെ സംയമനം ചെയ്തില്ലെങ്കിൽ എനിക്കും ഇത് സംഭവിക്കാം. അല്ലാതെ എനിക്കിങ്ങനെ സംഭവിക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്ര നല്ല പറയത്തില്ലയോ, എത്ര നല്ല എത്ര നല്ല ഒരു മനുഷ്യനായിരുന്നു, അയാൾ ഇങ്ങനെ കാണിച്ചല്ലോ ഇല്ലയോ. ഈ മനുഷ്യൻ എത്രയോ നല്ല മനുഷ്യർക്ക് ഇത് നമ്മുടെയും കൂടെ ഒരു കേസായി നമ്മൾ അന്യരെ കാണുന്നു. ഈ അന്യരെ കാണുമ്പോ ഇത് എനിക്കും സംഭവിക്കാം. എന്റെ മനസ്സും അതിൽ പറഞ്ഞ ഞാനും ഈ വികാരത്തിന് അടിമപ്പെട്ടാൽ നമ്മൾ മറ്റുള്ള ആളെ കാണിക്കുമ്പോൾ നമ്മൾ അറിയുന്നു. ഇത് തന്നെ നമ്മളും ദേഷ്യപ്പെട്ട് ചില സമയത്ത് എന്തെല്ലാം ദേഷ്യപ്പെട്ട് ഓരോരുത്തർ പറയുന്നു. ഒന്നും പ്രവർത്തിച്ചില്ലേലും നമ്മളല്ലയോ, അതുകൊണ്ടല്ലയോ നമ്മള് പിന്നെ ഈ വികാരങ്ങളാണ് അടങ്ങുമ്പോൾ നമ്മൾക്ക് വിഷമിക്കുന്നേ. അങ്ങനെ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അടിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള തോട്ട് വരുന്നത് എന്തുവാ? നമ്മൾ ആ സമയത്ത് എന്തൊക്കെയോ ആ വികാരങ്ങൾ കാട്ടിക്കൂട്ടി. പക്ഷേ ഇതൊരു കൺട്രോൾ ഇല്ലാതെ പോയാലോ അത് വളരെ നാശത്തിൽ ചെന്ന് അവസാനിക്കും. പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പിന്നെ ആ ജീവിതം പിന്നെ നാശമായിരിക്കും. അപ്പം പിന്നെ ഉയർത്തെഴുന്നേക്കാൻ വലിയ പാടാ. കാരണം എത്രയോ പിന്നെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വികാരത്തിന് അടിമപ്പെട്ട് ഓരോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം പിന്നെ അടുത്ത ജന്മത്തിലായിരിക്കും ഇതിന്റെയൊക്കെ. അതാ നമ്മൾ എത്രയോ പേരൊക്കെ ഓരോ സിറ്റുവേഷൻ വരുന്നു. എല്ലാം പോയ കർമ്മത്തിന്റെ കർമ്മഫലങ്ങൾ നമ്മളിൽ വരുവാണ്. ഈ വരുന്ന അനുഭവങ്ങളെ നമ്മൾ വികാരത്തിലല്ലാതെ വിവേകത്തിൽ അഭിമുഖീകരിച്ചില്ലെങ്കിൽ, തിരിച്ചും വികാരത്തിലാണ് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ജീവിതം താന്നു പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സർവ്വ അനർത്ഥങ്ങൾക്ക് ഹേതു വിഷയചിന്തയാണെന്ന് വ്യക്തമാക്കി. അപ്പൊ ഈ എല്ലാത്തിലും എന്തുവാ? നമ്മൾ ഓരോ ഈ ഇന്ദ്രിയ വിഷയങ്ങളിലോട്ട് നമ്മൾ അനാവശ്യമായിട്ട് അങ്ങോട്ട് ആകർഷിച്ച് അതിനോട്ട് നമ്മൾ അറ്റാച്ച്മെന്റ്, സംഘം, ഇതാണ് ഇതിന്റെ എല്ലാം ബേസ്. നമ്മൾ ഓരോ 5 ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. ഇതില് നമ്മൾ ഓരോരുത്തരുടെയും ആ വാസന അനുസരിച്ച് ഓരോ വിഷയങ്ങളിലും അങ്ങോട്ട് കയറി അമിതമായി അതുമായിട്ട് അങ്ങ് സംഘം പ്രാപിച്ച് അത് കിട്ടിയാലേ എനിക്ക് ജീവിതത്തിന് സമാധാനമുള്ളൂ എന്നുള്ള രീതിയിലോട്ട് ഞാൻ ഇങ്ങനെ പൊയ്ക്കഴിഞ്ഞാൽ എനിക്ക് അവസാനം സർവ്വ അനർത്ഥങ്ങളെ വരത്തുള്ളൂ. അപ്പൊ ഈ ഒരു 2 ശ്ലോകം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിച്ച് ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാവും നമ്മൾ ഇതിനെ ശരിയായി മനസ്സിലാക്കി പരിശീലനം നേടിയില്ലെങ്കിൽ. എത്രയോ സംഭവിക്കും, നമുക്ക് കാണാം ഇല്ലയോ? ഇവിടെ എല്ലാം നമുക്ക് ചുറ്റും എന്തെല്ലാം കാണുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതാ ഈ ക്രോധത്തിന്റെ ഓരോ ഡിഗ്രികൾ ഇങ്ങനെ കൂടിപ്പോവാ. അങ്ങനെ കൂടിപ്പോയാൽ എന്താ അവിടെ ചെയ്ത് കൂട്ടുന്ന ആർക്കും അറിയത്തില്ല. അവിടെ പിന്നെ നമ്മൾ സ്വബോധം ഉണ്ടാവത്തില്ല. അറിയാമല്ലോ, ദേഷ്യം വന്ന് ഓരോരുത്തരുടെയും ചില ഓരോ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്കറിയാം ആ ദേഷ്യം കൊണ്ടാ. അപ്പൊ ഈ ദേഷ്യത്തിനെ ആദ്യമേ നമ്മൾ മാനേജ് ചെയ്തിരുന്നെങ്കിലോ, നമ്മൾ ദേഷ്യത്തിനെ മേപ്പോട്ട് വിടാതെ അതിനെ നമ്മൾ കാര്യം മനസ്സിലാക്കി എന്തെങ്കിലും അതിനൊരു ഓരോരുത്തരും അവരവരുടേതായ ഉപായങ്ങൾ കണ്ടുപിടിക്കണം. നമ്മൾ എല്ലാവർക്കും ഓരോ തന്മയത്വമായിട്ടുള്ള ഓരോ ഭാവങ്ങൾ അത് വെച്ചിട്ട് ഞാൻ ഇതിനെ എന്റെ വികാരങ്ങൾക്ക് അടിമയാകാതെ ഇരിക്കത്തക്ക പോലെ ഞാൻ പരിശീലിക്കണം. അവരോട് ചിന്തിക്കണം,
ഈ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം പൊതുവായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത്, നമ്മുടെ പ്രവൃത്തികളുമായിട്ട് കണക്ട് ചെയ്ത്, നമ്മൾ ധർമ്മത്തിൽ ഏത് കർമ്മഫലത്തിനെയും അനുകൂലവും പ്രതികൂലവുമായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടിയ കർമ്മഫലങ്ങളുടെ ഫലം നമുക്ക് അനുകൂലവും പ്രതികൂലമായിട്ട് വരും. കൂടുതലും അത് പ്രതികൂലമായിരിക്കും. ഈ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴേ നമ്മൾ സംയമനത്തിൽ അതിനെ, എന്നുവെച്ചാൽ വിവേകത്തിൽ അതിനെ അഭിമുഖീകരിക്കാൻ പഠിക്കണം. അല്ലാതെ നമ്മുടെ ഒരു വശത്ത് ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ വരുന്ന സാഹചര്യങ്ങളോ പ്രതികൂലമായ സാഹചര്യങ്ങൾ. ഈ രണ്ടിലും നമ്മൾ ഇതിനിടയ്ക്കാണ് നമ്മൾ ബുദ്ധിമുട്ടുക. എന്ന് വെച്ചാൽ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ഇതൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ. അപ്പൊ ഇതിനെ നമ്മൾ ഈ കർമ്മഫല ഈ സത്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ വികാരത്തിന് അടിമപ്പെടാതെ മനസ്സിനെ കൊണ്ടുപോകേണ്ട ചുമതല നമുക്കാണ്. നമ്മൾ ഇതിനെങ്ങനെ പരിശീലിക്കണം. നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് ഈ സീക്വൻസ് എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളതാ. നമ്മൾ അതിന്റെ ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ ഒരു അടിമയായി പോകാതെ നമ്മൾ ഇതിനെ പരിശീലനം ചെയ്യണം. അപ്പം അടുത്ത ഇതിന് പറയുന്നത് എന്തുവാ പറയുന്നേ? ഇങ്ങനെ നമ്മൾ പരിശീലിച്ചാൽ മോക്ഷത്തിലോട്ട് എങ്ങനെയാന്നുള്ള അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ നമ്മുടെ ഈ നാശത്തിലോട്ട് പോകുന്ന കാര്യങ്ങൾ സീക്വൻസ് കൃഷ്ണൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ മോക്ഷത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി നമ്മളെ നാശത്തിലോട്ട് ആക്കുന്ന 2 വരികളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വികാരത്തിന് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തി ചെയ്യുന്നത്. ഇതിന് അടിമപ്പെടാതെ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്ത് ആത്മസംയമനം, ഇന്ദ്രിയ സംയമനവും സബ്സീക്വന്റ് ആയിട്ട് ആത്മസംയമനം, ശമം ദമം. ഇതില് ഈ സാധനകളിൽ ആദ്യത്തെ 2 സ്റ്റെപ്പുകളാണ് ശമവും ദമവും, ഇന്ദ്രിയ സംയമനവും മനസ്സംയമനവും. ഇത് രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ വികാരത്തിന് അടിമപ്പെട്ടു. ഇതാണ് ഇതിൽ പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇന്നൊരു പുതിയതായിട്ട് ആരാ? സാംസൺ ഒരു പുതിയ ആരാത് മനസ്സിലാവുന്നില്ലല്ലോ. ഇന്ന് ക്ലാസ്സിന് ജോയിൻ ചെയ്തിരിക്കുന്ന പേരെന്താ? സാംസൺ SM എന്ന് പറഞ്ഞ ഒരു കോഡാ വരുന്നത്. കേൾക്കാമോ? ആരുടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഗീത ചേച്ചിയുണ്ട്, അമോഘുണ്ട്, അല്ലാതെ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ. പേരറിയത്തില്ല. അതാ ആരാണ്? അറിയുന്നില്ല. എന്തെങ്കിലും മഞ്ജു എന്തെങ്കിലും പറയാനുണ്ടോ? മഞ്ജു? അല്ല, നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഇതിനകത്ത് നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ഇങ്ങനെ ഈ ബുദ്ധിനാശം, ബുദ്ധിഭ്രമം, സ്മൃതിനാശം എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഇപ്പോഴത്തെ അൾഷീമേഴ്സും അങ്ങനത്തെ കാര്യങ്ങളോട് യാതൊരു വല്ല ബന്ധമുണ്ടോ? അതില്ലല്ലോ. അങ്ങനത്തെ കാര്യമല്ലല്ലോ. ഇപ്പൊ സൈക്കാട്രി അസുഖങ്ങള്, അൾഷീമർ, അതൊക്കെ ബുദ്ധിഭ്രമം, മറ്റേ സ്മൃതിനാശം, അതുമായിട്ട് അങ്ങനത്തെ കാര്യമല്ല ഈ പറയുന്നത്. അല്ല നമുക്കറിയത്തില്ലയോ, ദേഷ്യം കൊണ്ട് നമുക്ക് കണ്ണിലൊക്കെ നമുക്ക് ഇരുട്ടി, ദേഷ്യം കൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിന്റെ സ്റ്റേറ്റ് മറന്നു പോകുന്നു, നമ്മള് പരിസരം മറന്നു പോവുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റാതിരിക്കുക. അതൊക്കെ ആ ദേഷ്യത്തിൽ കൂടെ, ക്രോധത്തിൽ കൂടെ വരുന്ന ആ സീക്വൻസ് ഇവിടെ പറയൂ. അല്ലാതെ അൽസീമറോ അല്ലെങ്കിൽ എനിക്ക് ഡിമെൻഷ്യയോ അതൊന്നും അല്ല ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതൊക്കെ കർമ്മഫലമാണ്. അത് ഞാൻ ഉണ്ടാക്കി മനസ്സിലായി, നേരത്തെ ഉണ്ടാക്കിയ ഒരു കർമ്മഫലമാണ് എനിക്ക് അങ്ങനെ ആയിട്ട് വരുന്നത്. അതൊക്കെ രോഗാവസ്ഥകളാണ്. അത് രോഗാവസ്ഥ. അതാ പറഞ്ഞത്, അതൊരു രോഗാവസ്ഥ. ഇതിപ്പം നമുക്ക് ആ സമയത്ത് സംഭവിക്കാം. അത് പക്ഷെ അത് നാശത്തിലോട്ട്, അധപതനത്തിലോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്. അതിന്റെ അവസ്ഥ അത് ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി സൈക്കാട്രിക് അസുഖങ്ങളുടെ കാര്യമല്ലല്ലോ. അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. അമോഘ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ശ്ലോകം ഓർക്കുന്നുണ്ടോ? ഈ ദേഷ്യത്തിൽ കൂടെ എങ്ങനെയാണ് അധപതനം ഉണ്ടാവുന്നുള്ളത് ഇത് പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദുര്യോധനന്റെ എക്സാമ്പിൾസ് പറയുകയും ചെയ്തായിരുന്നു. അതെ. ഓരോ ക്യാരക്ടർ നമ്മള് ഈ ക്രോധത്തിലോട്ട് പോയ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും തന്നെ പല കേസുകൾ കാണാം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതിനെയൊക്കെ നമ്മള് ഈ ശ്ലോകങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ ഇങ്ങനെ നാശത്തിലോട്ട്, അതിൽ പറഞ്ഞ എന്തെങ്കിലും കാട്ടി ഇങ്ങനെ ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ കാട്ടിക്കൂട്ടുന്ന എത്ര പിന്നെ ജീവിതത്തിൽ പിന്നെ നാശമാ, പിന്നെ ഉയർത്തെഴുന്നേക്കാൻ പറ്റത്തില്ല. പിന്നെ ജീവിതം ഒരു നാശത്തിലോട്ട് പോത്തേ ഉള്ളൂ.
മെമ്പർ എത്രയോ കൊലപാതകങ്ങളും ഒക്കെ ഈ ദേഷ്യം വന്ന് ഈ എത്രയോ ഉണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധിയല്ലയോ നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കി എങ്ങനെ നേരാമെന്ന് നമ്മുടെ മനസ്സിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കണം. അല്ലാതെ മനസ്സിന്റെ പുറകെ മനസ്സ് പോകുന്ന പോലെ നമ്മൾ പോവുകയല്ല വേണ്ടത്. നമ്മള് മൈൻഡിന്റെ മാസ്റ്റർ ആവണം. മൈൻഡിന്റെ സ്ലേവ് ആയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. എന്റെ മുഖ്യ എല്ലാത്തിനും കാരണം എന്റെ മനസ്സാ. ശത്രുവും എന്റെ മനസ്സാ, മിത്രവും എന്റെ മനസ്സാ. ഏത് മനസ്സാ ശത്രു? വികാര മനസ്സ്. വികാരത്തിൽ നിൽക്കുന്ന മനസ്സ് എന്റെ ശത്രുവും വിവേകത്തിൽ നിൽക്കുന്ന എന്റെ മനസ്സ് എന്റെ ബന്ധുവാ. അപ്പം ഈ രണ്ട് എന്നിൽ തന്നെ ഉണ്ട് ഒരു ശത്രു. അല്ല, നമ്മൾ മറ്റുള്ളവരെ അല്ല കാണേണ്ടത്. അവനെ കൊണ്ടാണ് എനിക്ക് ദുഃഖം, അവനെ കൊണ്ടാണ് എനിക്ക് ഈ നാശം സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നത് എന്റെ മനസ്സാണ് എന്നെ ഈ നാശത്തിലോട്ട് കൊണ്ടുവന്നത്, ആ വ്യക്തിയല്ല. നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്റെ ആ സാഹചര്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഇതാണ് എന്റെ നാശത്തിന് കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ കർമ്മഫലവും എന്റെ മനസ്സുമാണ് എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ആ മനസ്സിനെ നമ്മള് സംയമനം, ആത്മസംയമനം ഇത് പരിശീലിച്ചേ പറ്റൂ. വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ വിവേകത്തിൽ നേരിടാനും പ്രാക്ടീസ് ചെയ്യുന്നതാണ് ആത്മസംയമനം. വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ആദ്യം കിട്ടുന്ന എന്തോ, അയ്യോ ഇങ്ങനെ സംഭവിക്കരുത്, എനിക്കിങ്ങനെ അരുതാത്തതൊന്നും സംഭവിക്കരുത് എന്റെ ജീവിതത്തിൽ. ഈ ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ. നമ്മുടെയായിട്ട് കൃഷ്ണനായാലും ശ്രീരാമനും എത്രയും നമ്മൾ പറയുന്ന ദൈവങ്ങളുടെ എല്ലാം ജീവിതത്തിലെല്ലാം അരുതാത്തതൊന്നും സംഭവിക്കാത്തവരാണോ അവരെല്ലാം? അപ്പൊ അവരെ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഈശ്വരന്മാർക്കേ അവർക്ക് അവതാരങ്ങൾക്കേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ വരുന്നേ. പക്ഷെ ഇതുപോലെ അവര് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു, വേറെ ആരോ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ഓരോ ഘട്ടത്തിലും വിവേകത്തിൽ ഓരോരുത്തരും അങ്ങനെയാണ് അവര് ജീവിതം. അതുപോലാണ് നമ്മളും വേണ്ടത്. അവരെങ്ങനെ ജീവിച്ചോ അതുപോലെ നമ്മളും ജീവിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ വേറെ ഏതോ ഈശ്വരൻ വന്നെന്നെ രക്ഷിക്കും, നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തികൾക്ക്, നമ്മുടെ കർമ്മത്തിനെല്ലാം നമ്മൾ തന്നെ, അല്ലാതെ ഒരു ഈശ്വരനും അല്ല. ഈശ്വരൻ എന്ന് പറയുന്ന ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണമാണ്, നിർഗുണ പരബ്രഹ്മമെന്നാ. അത് നമ്മൾ രക്ഷിക്കുന്നുമില്ല ശിക്ഷിക്കുന്നുമില്ല. നമ്മുടെ തന്നെ കർമ്മഫലം നമ്മളെ രക്ഷിക്കും. ആ ധർമ്മം നമ്മളെ രക്ഷിക്കും. നമ്മൾ അധർമ്മത്തിലാണെങ്കിൽ ആ അധർമ്മമായിരിക്കും എന്നെ നശിപ്പിക്കുന്നത്. അധർമ്മത്തിലുള്ള ഒരാള് അധർമ്മത്തിന്റെ വഴിയിൽ നശിക്കും. ധർമ്മത്തിലുള്ള ഒരാള് ധർമ്മത്തിന്റെ വഴിയെ രക്ഷപ്പെടും. ധർമ്മമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഈ അവസാനം ദുര്യോധന യുദ്ധത്തിന് പോകാൻ നേരം ഗാന്ധാരി പറയും, ഗാന്ധാരിക്ക് അറിയാം ഏതോ ധർമ്മ തതോ വിജയം. ഇത് എവിടെ ധർമ്മം ഉണ്ടോ അവിടെയാണ് വിജയം ഉള്ളത്. അപ്പം നീ വിജയിച്ചിട്ട് വരാനല്ല പറയുന്നത്. അധർമ്മത്തിന്റെ ഈ ദുര്യോധനന്റെ അവസാനം മരിക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മയെ കണ്ടത് യുദ്ധക്കളത്തിൽ പോകുന്നതിന് മുമ്പ് പറയുമ്പോ എവിടെ ധർമ്മം ഉണ്ടോ അവിടെ വിജയം ഉണ്ടെന്നാ പറയുന്നത്. നീ വിജയശ്രീയിൽ ആളുകളായ അങ്ങനെ മകനെ അങ്ങനല്ല അനുഗ്രഹിക്കുന്നത്. ധർമ്മം എവിടെ ഉണ്ടോ അത് വിജയിക്കും. അന്നേരം നമ്മുടെ ധർമ്മമാണ് നമ്മളെ രക്ഷിക്കാൻ വരുന്നത്. നമ്മൾ അധർമ്മത്തിന്റെ ഭാഗത്താണെങ്കിൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കാൻ വരത്തില്ല. കാരണം നമ്മൾ ധർമ്മത്തിന്റെ ഭാഗത്തല്ല. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല കേട്ടോണ്ടിരുന്നതാ. ശരി, നമുക്ക് മറ്റേ പുതിയായിട്ട് വന്ന ഒരു മെമ്പർ ആരാന്ന് പറയാവോ? ആളാരാന്ന് പറയാവോ? സാംസൺ നമ്പർ വരത്തില്ല അല്ലേ? അറിയുന്നില്ല. ഞാനാ ലേഖ. ഓ, ലേഖ ചേച്ചിയാന്നോ? ശരി ശരി. എനിക്ക് മറ്റേ കിട്ടിയില്ല. ഞാൻ അന്നേരമേ മറ്റേ നമ്പർ വെച്ചാ എടുത്തത്. ഓ ശരി ശരി ശരി. അതാ ലേഖ ചേച്ചി വേറൊരു ഫോണിലല്ലേ വന്നോണ്ടിരുന്നേ, അതെനിക്കറിയായിരുന്നു. അല്ല, നമ്പർ വെച്ചാ എടുത്തത്. പാസ്കോഡ് വെച്ചാ എടുത്തത്. മറ്റേത് വെച്ച് കിട്ടിയില്ല. ഓ ഓ ഓ ശരി ശരി. അതെ റൂം വെച്ചാ എടുത്തത്. ഓ ശരി ശരി ശരി. ഓക്കെ. മറ്റേത് കിട്ടുന്നില്ല. ചിലപ്പോ ഒന്നും കിട്ടത്തില്ല. ഓ ശരി ചേച്ചി, നാളെ കാണാം. ശരി. തിങ്കളാഴ്ച ഇല്ലയോ? അല്ല, നമുക്ക് ഒരു ദിവസം നാളെ ഇന്നലത്തെ ഒരു ദിവസത്തെ ക്ലാസ് പോയല്ലോ, അതുകൊണ്ട് നാളെയും കൂടെ ശനിയാഴ്ച ഇതുപോലെ 4 മണിക്ക്
പിന്നെ ഞായറാഴ്ച ആ, വിട്ട് ആ. തിങ്കളാഴ്ച. ആ അത് ശരി പറയണമെന്ന് ശരി വിചാരിച്ച് വിട്ടുപോയി, ചോദിച്ചത് കാര്യമായി. ആ ഉം. അതാ അതെ അതെ. മഞ്ജുവിന് നോക്കുമല്ലോ അല്ലയോ നാളെ? ഞാൻ ഇന്ന് രാത്രി പോവാ, നാളെ വൈകിട്ട് അവിടെ നിന്ന് കയറാം. ഓക്കെ, ശരി. നാളെ രാവിലെ വൈകുന്നേരം 4 മണിക്ക്. ഓക്കെ.